ഇതേ സമയത്ത് മുഖ്യമന്ത്രി ചർച്ചകൾക്കായി കോൺഗ്രസ് നേതാക്കൾ ഡൽഹിക്ക് പോവുകയാണ്. രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും സണ്ണി ജോസഫും ഇന്ന് രാത്രി ഡൽഹിയിലേക്ക് തിരിക്കും. നാളെ കേന്ദ്ര നേതൃത്വവുമായി ചർച്ച നടത്താൻ പോവുകയാണ്. ഒരു പ്രതികരണമുണ്ട്, അതിലേക്ക്. Submitted our report to the Congress President. As I said, we haven't wasted even a single minute after 4th. So be rest assured, we are as eager to finish it off as soon as possible. There is one paper that is showing the this voting names of the MLAs. I have seen it, and that is not reflecting the position. It is incorrect. It is not based on facts. That ഹൈക്കമാൻഡിന്റെ നിരീക്ഷകരായിട്ടുള്ള മുഗൾ വാസ്നിക്കും അജയ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇന്ന് രാവിലെ നടത്തിയ പ്രതികരണമാണ്. ഇന്ന് ഉച്ചയോടുകൂടി നടത്തിയ പ്രതികരണമാണ് കേട്ടത്. ബി ബാലഗോപാൽ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബാലു, കേരളത്തിനുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ 3 പേരും വി ഡിയും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഡൽഹിയിലേക്ക് എത്തുകയാണ്. കെ സി അവിടെ തുടരുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി എല്ലാ നേതാക്കളെയും ഒറ്റയ്ക്കൊറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും ഒക്കെയുള്ള കാണാനുള്ള സാധ്യത എത്രത്തോളം? മാത്രമല്ല ബാലു, കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധങ്ങൾ, വി ഡിക്ക് വേണ്ടിയുള്ള മുറവിളി, ഇതൊക്കെ ഹൈക്കമാൻഡിനെ കാണാതിരിക്കാൻ കഴിയുമോ? എന്താണ് അടുത്ത ദിവസം നാളെ തന്നെ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ? അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഈ കാഴ്ചകൾ കാണുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്കുള്ളത്. ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രശ്നം ഇത്രത്തോളം വൈകാരികമാകുമെന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കൾ ആരും തന്നെ കരുതിയിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ കഴിഞ്ഞ 1.5 മണിക്കൂറായി കേരളത്തിൻ്റെ വിവിധ തെരുവുകളിൽ നടക്കുന്ന ഈ പ്രതിഷേധ പ്രകടനങ്ങൾ കാണുമ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നുണ്ടോ എന്നൊരു സംശയം കോൺഗ്രസിൻ്റെ പല ദേശീയ നേതാക്കൾക്കുമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഏതായാലും വി ഡി സതീശനും സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ഇന്ന് രാത്രി ഡൽഹിയിൽ എത്തുന്നുണ്ട്. വൈകിട്ട് അതായത് എയർ ഇന്ത്യ 1830 സാധാരണഗതിയിൽ 7:30 തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഏതാണ്ട് 10:45 കൂടി ഡൽഹിയിലെ ടെർമിനൽ 2-ലെത്തുന്ന ഈ വിമാനത്തിലാണ് ഈ നേതാക്കൾ വരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ഈ വിമാനം തിരുവനന്തപുരത്ത് നിന്ന് വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ടേക്ക് ഓഫ് ഏതാണ്ട് 9 മണിയാണ്. അതായത് അങ്ങനെ വരികയാണെങ്കിൽ 12:30 മണിയോട് കൂടിയായിരിക്കും ഈ നേതാക്കൾ ഡൽഹിയിൽ എത്തുന്നത്. തുടർന്ന് കേരള ഹൗസിൽ ഈ 3 നേതാക്കളും എത്തുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലും വി ഡി സതീശന് വലിയ തോതിലുള്ള ഒരു സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. NSUമായി ബന്ധപ്പെട്ട ജൻസി എന്ന് സ്വയം അവകാശപ്പെടുന്ന കുറച്ച് കുട്ടികളാണ് ഈ സ്വീകരണത്തിന് ആഹ്വാനം നൽകിയിരിക്കുന്നത്. അവരോട് വൈകിട്ട് 7 മണിക്ക് തന്നെ കേരള ഹൗസിൽ എത്തിച്ചേരണമെന്നാണ് ഈ വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ രാത്രി വളരെ വൈകി എത്തുന്ന വി ഡി സതീശന് ഡൽഹിയിൽ ഈ സ്വീകരണം ഉണ്ടാകുമോ എന്ന കാര്യം വ്യക്തമല്ല. നാളെ ഈ നേതാക്കൾ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയപ്പോൾ ACCക്ക് അത്ര പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉരുത്തിരിയുകയാണ്. നന്നായിട്ട് തലപോയിക്കേണ്ടി വരുന്നു. പക്ഷേ അവിടെ വീഡിയോ എടുക്കുന്ന നിലപാട് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇത്തരം സാഹചര്യങ്ങൾ, പ്രതികൂലമായ സാഹചര്യങ്ങൾ. കെ സി വേണുഗോപാൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ KC തന്നെ മനസ്സിലാക്കുകയും അത് ഹൈക്കമാൻഡ് ഉൾക്കൊള്ളുകയൊക്കെ ചെയ്താൽ മാത്രമേ മറ്റെന്തെങ്കിലും ഓപ്ഷൻ, ഒരു ചോയ്സിലേക്ക് പോകുമോ എന്നടക്കം നമുക്ക് കാത്തിരിക്കണം.